ഹലോ ഹായ്, ഞാൻ പൂമണി, സേലത്ത് നിന്ന്. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതായിന്. രാവിലെ എണീറ്റ് നടക്കാനും പിടിക്കാനും പിള്ളേർ രാവിലെ ഒരുക്കി സ്കൂളിൽ അയച്ച് വന്നിട്ട് ബുക്കെല്ലാം അടനെ ഒരു 7 ക്ലാസ് ഉണ്ട്. ചെറിയ സ്കൂളായതുകൊണ്ട് ചെറിയ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ. പക്ഷേ കഴിയുന്നില്ല. അതെല്ലാം ഇവിടെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അതെല്ലാം ചാക്കും കെട്ടിലാക്കിയിട്ട് വന്നിട്ട് മേലെ കൊണ്ട് രാത്രി 11 മണി വരെ കറക്ഷൻ ചെയ്തുകൊണ്ട് പിന്നെ രാത്രി അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ 3 മണിക്ക് വരെ അധ്യയനം ചെയ്യണം. ഇത് BEd പഠിക്കുമ്പോൾ ചെയ്തിനിപ്പ അത് നല്ലായിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ പിന്നെ അതേപോലെ കയ്യില. അന്നേരം പിള്ളേരൊന്നുമില്ല, കല്യാണമായിട്ടില്ല, സുഖത്തിൽ ഇരുന്നിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പിള്ളേർക്ക് വേണം 2 പെണ്ണ് കുഞ്ഞുങ്ങൾ, 2 നോക്കണം. 2 എന്ന് പറയേണ്ടത് അവർക്ക് മുടി കെട്ടി കൊടുക്കണം, ചോറ് കെട്ടി കൊടുക്കണം, ദോശയായി കൊടുക്കണം. 8 ആകുമ്പോഴേക്കും അവരയക്കണം. അതിന് ശേഷം 9 മണിയാകുമ്പോഴേക്കും ഞാൻ പോകണം സ്കൂളിൽ. അതുകൊണ്ട് വേണ്ട, എനിക്കതില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം നിന്നിട്ടുണ്ട്. ശരി, എങ്ങനെ നോക്കാം, എങ്ങനെ പോകുന്നോ ഇതാക്കണമെന്നോ നോക്കാം. പക്ഷെ എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടം. ഞാൻ പെറ്റ മക്കളെക്കാളും സ്കൂളിലെ പിള്ളേരെ എനിക്ക് അത്രത്തോളം ഇഷ്ടം. പക്ഷേ നമ്മളെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ നോക്കാം, വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. തമിഴ്നാട്ടിലല്ലേ, റോഡ് സൈഡിൽ കച്ചവടം ചെയ്തും കൂടെ ജീവിക്കാം. പിന്നെ നിങ്ങളില്ലേ, നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ ഞാൻ അതിനനുസരിച്ചിട്ട് ഞാൻ ജീവിച്ചോളൂല്ലേ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്താണ് എൻ്റെ വീട്. നീലേശ്വരം ആലിങ്ങിയിൽ. ക്ലിയർ ആവുമെന്നറിയില്ല, ഞാൻ ഇല്ലത്ര സൗണ്ടിലാണ് പറയുന്നത്. ഞാൻ BEd പഠിച്ചതല്ല എറണാകുളത്ത്, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭേൻ്റെ ഹിന്ദി ടീച്ചറാണ് ഞാൻ. അവിടുന്ന് BEd കഴിഞ്ഞത് അമ്പാടിമലയിൽ നിന്ന്, ചോറ്റാനിക്കരേൻ്റെ തൊട്ട് താഴത്തുള്ള സ്റ്റോപ്പ്. അവിടുന്ന് അത് BEd എടുക്കുന്നതിന് മുന്നേ ഞാൻ ടീച്ചറായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഹൈദരാബാദിൽ മോണ്ടിസോറി സ്കൂളിൽ ജോസ് നെടുന്നുണ്ടെന്നില്ല അവർ സ്കൂളിലാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ചെറിയ ക്ലാസ്സിൽ മാത്രം. അപ്പോൾ എല്ലാവരും നല്ല വൃത്തി വലിയ ക്ലാസ്സിൽ പോയിട്ട് എടുക്കുമ്പോൾ ചെറിയ വയസ്സിൽ 7ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഇല്ല എൻ്റെ ആശ, സ്കൂളിൽ പോകണം, പിള്ളേരെ പഠിപ്പിക്കണം, ഒന്നിക്കിൽ വക്കീലാണോ അല്ലെങ്കിൽ ടീച്ചറാണോ, അങ്ങനെ ഒരു ആശയിലാണ് ഹിന്ദി BEd പോയി ചേർന്ന്. അത് പഠിക്കുമ്പോൾ തന്നെ പോയി. ആദ്യം എൻട്രൻസ് എഴുതി കിട്ടിയില്ല, 2ാമത് എൻട്രൻസ് എഴുതി കിട്ടി, പോയി പഠിച്ചു. നല്ല മാർക്കോടെ ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിട്ട് പിന്നെ പോയിട്ട് ബോൺഗിറിൽ, ഹൈദരാബാദിൻ്റെ അടുത്തുള്ള ബോൺഗിറിൽ സുരേഷ് സാറ്, തിരുവനന്തപുരത്തുള്ള സുരേഷ് സാറ് നടത്തുന്ന മദർ തെരേസ എന്നുള്ള സ്കൂളിൽ അത് 2.5 വർഷം 3 വർഷം കണ്ട് അവിടെ പണിയെടുത്തു. നാട്ടിൽ സാദിയാന്നിൽ കാസർഗോഡത്തെ ഒരു സ്കൂളിൽ പോയത്. അവിടെ എനിക്ക് തുടരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതിന് ശേഷം കല്യാണമായി. കല്യാണം എന്ന് പറഞ്ഞാൽ ലവ് മാരേജ് ഒന്നുമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രൊപ്പോസൽ വന്നു. പക്ഷെ എൻ്റെ വീട്ടിലെല്ലാം അമ്മക്കും അച്ഛനും ആർക്കും ഒരു ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി. പക്ഷെ അവർക്ക് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്നൊരു ആശയം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തെ വീട്ടിലത്തെ വരുമാനമെല്ലാം ഞാനല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് പെട്ടെന്ന് അത് കല്യാണം കഴിഞ്ഞ് പോകുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞിട്ടില്ല, അവരത് സമ്മതിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഒരു ബ്രോക്കർക്ക് 10,000 രൂപ ഫീസ് എന്നെ, അത് കാരണമുണ്ട്. അത് പറഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് മുന്നേ അവൾക്ക് ചെറിയൊരു ചൊവ്വാദോഷമെല്ലാം ഉണ്ടായിന്. അപ്പം എന്താക്കാന്ന് വെച്ചാൽ അവൾക്ക് ചെറിയ ചൊവ്വാദോഷമെല്ലാം ഉണ്ടായതുകൊണ്ട് ശരി ഓളെ ആദ്യം പോയിക്കോളാം. അച്ഛൻ പിന്നെ നമ്മളെ കുടുംബത്തിൽ അങ്ങനെ ഇല്ല, അച്ഛന് വേറെ ഭാര്യയും മക്കളെല്ലാം ഇല്ലതുകൊണ്ട് എൻ്റെ അമ്മേനെ ആദ്യം കല്യാണം കഴിച്ചിന്. എന്നാലും ആ കുടുംബത്തോട് കുറച്ച് അച്ഛന് സ്നേഹം അധികം, അതുകൊണ്ട് വീട്ടിലത്തെ എല്ലാ കാര്യം നോക്കുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി അനിയത്തിന് ആദ്യം കൊടുത്തയക്കാം. അപ്പോൾ പിന്നെ നമ്മളെ ഏതോ ഒരുത്തം കല്യാണം കഴിച്ചുകൊണ്ട് പോയാൽ ഒന്നാമത് ആണുങ്ങൾ അന്നേരം വെറുപ്പാന്നുണ്ടതിന്. കാരണം എന്ന് പറയേണ്ടത് അച്ഛനിങ്ങനെ 2 ഭാര്യമാരുള്ളതുകൊണ്ട് ശരി നമ്മളെ ആരും ഇതുപോലെ തന്നെ എല്ലാ ആണുങ്ങളും ഉണ്ടാകുന്നൊരു ചിന്ത.
ശരി എന്നാൽ അനിയത്തിനെ കൊടുത്തയക്കാം, അമ്മക്കും വയസ്സായിട്ട് വരുന്നത്, ശരി അനിയത്തിനെ കല്യാണം കഴിച്ച് കൊടുത്തയക്കാറിഞ്ഞിട്ട് ഒരു പ്രൊപ്പോസൽ വന്നു. ഓ, ഞാനേ എല്ലാം ചിലവ് അവിടെ കടം വാങ്ങിയിട്ട് കല്യാണം കഴിപ്പിച്ചിട്ട് കൊടുത്തു. കല്യാണം കഴിപ്പിച്ചിട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം വീടും സ്വത്തല്ലേ എൻ്റെ പേരിൽ എഴുതി തരണം എന്ന് പറഞ്ഞിട്ട് ഓളല്ലപ്പാ, ഓളെ കല്യാണം കഴിച്ചാൻ പ്രശ്നമാക്കി. പിന്നെ എനിക്ക് നാട്ടിലേക്ക് വീട്ടിൽ വന്നാലും എന്നെ പിന്നെ വീട്ടിലേക്ക് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നു. ഞാൻ സ്കൂളിലേക്ക് ഹൈദരാബാദിലേക്ക് തിരിച്ചു പോയി. വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അത് ലീവില്ല സമയത്തിൽ വന്നിട്ട് അമ്മ എന്നെ നിൽക്കാൻ വേണ്ടി വിട്ടിട്ടില്ല. കത്തിയെടുത്ത് കൊത്താൻ ഞാൻ പറഞ്ഞു, അമ്മ ഉണ്ടാകുമ്പോൾ എഴുതി തരാൻ കഴിയില്ല ആ വീടെല്ലാം. അവന് വീട് വേണം പോലും, വീട് എനിക്ക് എൻ്റെ പേരിൽ എഴുതി തരണം, എന്നാലേ എനിക്ക് ഓളൊപ്പരം ജീവിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. ആരൊപ്പരം? എൻ്റെ അനിയത്തിനൊപ്പരം. കല്യാണം കഴിക്കുന്നതിനെ പറ്റി ഒന്നും വേണ്ട, ഇല്ലത് ഇട്ടാൽ മതി എന്നെല്ലാം പറഞ്ഞിട്ട് പോയത്. ലാസ്റ്റ് എന്തായി, എനിക്ക് ആ പോക്ക് നടക്കായി. ഞാൻ വിചാരിച്ചു ഓളം അങ്ങോട്ട് പോയാൽ അമ്മേരെ മരണ ശേഷം ഓക്ക് തന്നെ എഴുതി കൊടുക്കുക. എനിക്കൊരു കല്യാണത്തിൻ്റെ ചിന്തയൊന്നും അന്നേരം ഉണ്ടായിട്ടില്ല. കല്യാണം കഴിക്കണമെന്നോ ഒരുത്തിനപ്പുറം പോയി ജീവിക്കണമെന്നോ അങ്ങനത്തെ ഒരു ആശയമൊന്നും എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. എന്നിട്ട് എന്താക്കി പറഞ്ഞാൽ എല്ലാം എൻ്റെ തെറ്റന്നെ, ആരെ തെറ്റുമല്ല. എന്നെ വീട്ടിൻ്റെ ഉള്ളിൽ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ അതിക്രമിച്ച് കയറി വന്ന് എൻ്റെ നൈറ്റിയെല്ലാം പിടിച്ച് കീറി കത്തിയെടുത്ത് കൊത്താൻ വേണ്ടി വന്നു. പക്ഷേ അത് ഭർത്താവല്ലേ, അനിയത്തിയും ഭർത്താവിനല്ലേ സപ്പോർട്ട് ചെയ്യുക. അത് ആരായാലും അങ്ങനെ, ഇപ്പം ഞാനായാലും എൻ്റെ ഭർത്താവിനല്ലേ ഞാൻ ആദ്യം സപ്പോർട്ട് ചെയ്യൽ. അങ്ങനെ ചെയ്തു. അപ്പം അത് വലിയൊരു കേസായി. അച്ഛനും അമ്മയും എല്ലാവരും എന്ന് വെച്ചാൽ ഓൻ്റെ അമ്മ എപ്പോഴും പൈസ ഉണ്ടാവും. അതുകൊണ്ട് നമ്മ കൊടുക്കുന്ന പൈസക്ക് വിലയില്ലാതായി. ഒരു പ്രൈവറ്റ് സ്കൂൾ ടീച്ചർക്ക് എത്ര പേരെ പൈസ കിട്ടില്ല? കുറച്ചേ കിട്ടും. അപ്പോൾ ഇവൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ 4000 തറാണിയിലടിക്ക് എപ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാകുമ്പോൾ അമ്മയും ആ സൈഡിലേക്ക് പോയി, അനിയത്തി ഓൾറെഡി ഭർത്താവിൻ്റെ രീതിയിൽ പോയി, അച്ഛനും അങ്ങോട്ട് പോയി. അതിന് ഞാൻ ഒറ്റക്കായി. അങ്ങനെ അത് കേസായി. പിടിച്ച് കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഒരു SI എന്നോട് പറഞ്ഞു, പെങ്ങളെ നിങ്ങൾ പഠിച്ചതും നോക്കണ്ട, നിങ്ങൾ പണിയെടുക്കുന്നേ നോക്കണ്ട, ആരെങ്കിലും ഏതൊരു ബ്രോക്കറെ അങ്ങാണ്ട് പറഞ്ഞിട്ട് എന്താക്കാ കല്യാണം കഴിച്ചിട്ട് പോകും. അങ്ങനെയാണ് ഞാൻ എന്നെ കല്യാണ ബ്രോക്കർക്ക് 10,000 രൂപ കൊടുത്ത് ഒരു പ്രൊപ്പോസൽ കൊണ്ടുവന്ന് നിറയണ മതി. നമ്മൻ്റെ അഴകായില്ലത്, വയസ്സും 29 മേലെ, ശരി വയസ്സും കൂടിപ്പോയി. അപ്പം എന്നെ എന്താക്കല്, കാണാൻ വാങ്ങണ്ടെങ്കിൽ അതെങ്കിലും ഉണ്ടാട്ടി, അതുമില്ല. അപ്പോൾ നമുക്കാരെങ്കിലും വന്നതൊന്നും സെറ്റായിട്ടില്ല. സെറ്റായി നിൽക്കുമ്പോൾ ലാസ്റ്റ് ഈ പ്രൊപ്പോസൽ വന്നു. ഈ പ്രൊപ്പോസൽ വന്നിട്ടാകുമ്പോൾ ഇവരെ 2 വട്ടം വന്ന് നോക്കാൻ വേണ്ടി, ഒരിക്കലല്ല 2 വട്ടം വന്നിട്ട് ശരി എനിക്ക് പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവരും പോയി. അങ്ങനെ ഫിക്സായി. പൈസ എടുക്കാനും ആളില്ല. എൻ്റെ കല്യാണത്തിൻ്റെ താലി വരെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടെ കൊണ്ടുപോയി കൊടുക്കേണ്ട ഞാനാ കൊടുത്തത്. അങ്ങനെ എന്ന് പറയേണ്ടത്, കല്യാണത്തിന് കല്യാണ വേഷത്തോടെ പോയിട്ട് വസന്തഭവൻ ഹോട്ടൽ നിങ്ങൾക്കറിയായിരിക്കും, ചെറുപ്പുറമില്ലേ നീലേശ്വരത്തേക്ക് പോകുന്ന വഴിക്കുള്ളത്. അടുത്തേക്ക് കല്യാണ വേഷത്തോടെ പോയിട്ട് ഞാനാണ് ഭക്ഷണത്തിൻ്റെ പൈസ കൊടുത്തത്. അതിന് ആരോ അച്ഛൻ്റെ ഒരു ഫ്രണ്ടിന് 2 ആളാണ്ട് അച്ഛൻ ക്ഷണിച്ചിട്ട് വന്നിട്ടുണ്ടായിന്. ആ പൈസയും കൂടി അച്ഛനെടുത്തിട്ട് പോയി. ഇങ്ങനത്തെ ഒന്നും ഗതി ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല.